بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم تر كيف فعل ربك بأصحاب الفيل. അസ്ഹാബുൽ ഫീലിനെ കൊണ്ട് അള്ളാഹു ചെയ്തത് എന്താണെന്ന് നിങ്ങൾ കണ്ടില്ലേ നബി എന്നാണ്. ആ സംഭവം ഈ സൂറത്തിൽ അള്ളാഹു പറഞ്ഞിട്ടില്ല. എന്താണ് ആ സംഭവം എന്ന് കൃത്യമായി പൂർണ്ണമായി പറഞ്ഞിട്ടില്ല. അത് താരീഖിൽ നിന്നാണ്, തഫ്സീറിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്. അതായത് യമൻ ഭരിച്ചിരുന്ന രാജാവിന്റെ കീഴിലുള്ള ക്യാബിനറ്റ് മന്ത്രിയാണ് അബ്രഹത്ത് എന്ന് പറയുന്ന ആൾ. അവര് യമനിൽ രാജകുടുംബം വലിയൊരു ചർച്ച ഉണ്ടാക്കി. ആ ചർച്ചിലേക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വരണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷേ സൗദിയിൽ നിന്നും മറ്റൊന്നും ആളുകൾ വരുന്നില്ല. അതിന് കാരണം കാബയാണ്. അങ്ങനെ കാബയിലേക്കാണ് ആളുകളൊക്കെ പോകുന്നത്. പ്രദക്ഷിണത്തിനും അതുപോലെ തന്നെ പ്രതിഷ്ഠാംഗം ചെയ്യാനൊക്കെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ ഇത് ഇവിടെ ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല, ആ കാബ അവിടെ ഉള്ളപ്പോ എന്ന് തിരിച്ചറിഞ്ഞ ഇവര് കാബം പൊളിക്കാൻ വേണ്ടി പ്ലാൻ ഇടുകയാണ്. അങ്ങനെ അബ്രഹത്തിന്റെ നേതൃത്വത്തിലായി ഒരഭിപ്രായ പ്രകാരം 1000 ആളുകൾ പുറപ്പെടുകയാണ് കാബ ഷരീഫ് പൊളിക്കാൻ. അബ്രഹത്തിന്റെ ആനയുടെ പേര് മഹ്മൂദ് ആന എന്നാണ്. മഹ്മൂദ് ആന മുന്നിലും മറ്റുള്ളവരൊക്കെ പിന്നിലായി ഒരു വമ്പം സൈന്യം പരിശുദ്ധമായ കാബ ഷരീഫ് പൊളിക്കാൻ വേണ്ടി പുറപ്പെടുകയാണ്. വഴിയിലുള്ള ചെറുത്തുനിൽപ്പുകളൊക്കെ ശക്തമായി പ്രതിരോധിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. കാബയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവിടെ നിന്ന് പ്രദക്ഷിണം നടത്തുകയും ചെയ്യുന്ന ആളുകളാണ് അക്കാലത്ത് ആ ചുറ്റുഭാഗങ്ങളിലുള്ള ഏറിയ കൂറും ആളുകൾ. അതുകൊണ്ട് തന്നെ ഇവര് വരുന്നത് കാബ ഷരീഫ് പൊളിക്കാനാണ് എന്നറിഞ്ഞപ്പോൾ വഴിയിൽ വെച്ചുകൊണ്ട് അവരുമായി ഏറ്റുമുട്ടാൻ ചില ചെറിയ ചെറിയ സംഘങ്ങളൊക്കെ തയ്യാറായെങ്കിലും അവരൊക്കെ കീഴ്പ്പെടുത്തുകയും പലരെയും കൊന്നുകളയുകയും പലരെയും ഭീഷണിപ്പെടുത്തുകയും പലരെയും പിടിച്ചുകെട്ടി ചങ്ങലയിൽ ബന്ധിതരാക്കി കൂടെ കൂട്ടുകയും ചെയ്തു അബ്രഹത്ത് എന്ന അഹങ്കാരി. എത്തി അവര് പരിശുദ്ധമായ മക്കയോട് ചേർന്നെത്തി. അവിടെ തമ്പടിച്ചു. കാര്യങ്ങളൊക്കെ വിലയിരുത്താൻ വേണ്ടി അബ്രഹത്ത് ആളുകളെ പറഞ്ഞു വിട്ടു. അപ്പോ അവർക്ക് മനസ്സിലായി കാബയും മക്കയും പരിസരവും ഒക്കെ അവിടെ അറിയപ്പെട്ട ഒരർത്ഥത്തിൽ ഭരണാധികാരി അബ്ദുൽ മുത്തലിബാണ്. അതുകൊണ്ട് ആ വിവരം അബ്രഹത്തിനോട് പറഞ്ഞു. അപ്പൊ അബ്രഹത്ത് പറഞ്ഞു, നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യേണ്ടത് അവരുടെ ചരക്കുകളും വാഹനങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അങ്ങനെ അനുയായികൾ പോയി മക്കയിലുള്ള ഒരുപാട് കുടുംബങ്ങളുടെ ധാരാളം ഒട്ടകങ്ങൾ അവർ മോഷ്ടിച്ചു. അതിൽ അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകങ്ങളും വിട്ടിരുന്നു ഒരു തട്ടിയെടുത്ത കൂട്ടത്തിൽ. ഈ വിവരം അബ്ദുൽ മുത്തലിബ് പറഞ്ഞു. അപ്പൊ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തുമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അവര് വേറെ സ്ഥലത്ത് ഇങ്ങോട്ട് എത്തിയിട്ടില്ല, വേറെ സ്ഥലത്ത് അമ്പടിച്ചിരിക്കുകയാണ്. അപ്പൊ അയാളുമായിട്ടൊന്ന് സംസാരിക്കാനുള്ള ഒരു അവസരത്തിന് അന്വേഷിച്ചു. അങ്ങനെ ഒരു അവസരം കൊടുത്തു. അബ്ദുൽ മുത്തലിബ് അബ്രഹത്തുമായിട്ട് സംസാരിക്കാൻ വരികയാണ്. ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അബ്രഹത്തുമായി അബ്ദുൽ മുത്തലിബ് സംസാരിക്കാൻ വരുമ്പോ അബ്ദുൽ മുത്തലിബ് പൊതുവെ നല്ല സുമുഖനാണ്, പ്രകാശമയമായ മുഖക്കുള്ള ആളാണ്. അപ്പൊ അബ്ദുൽ മുത്തലിബിന്റെ കണ്ടപാട് അഹങ്കാരിയായ അബ്രഹത്ത് എണീറ്റ് ബഹുമാനിച്ചു എന്നൊക്കെ കാണുന്നുണ്ട്. ഏതായാലും സംസാരിക്കാൻ വേണ്ടി വന്നപ്പോ അബ്രഹത്തിനോട് അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് ആളുകൾ ഒട്ടകത്തിനെ മേച്ചും ഉപജീവനം കണ്ടെത്തുന്ന ആളുകളാണ്. അങ്ങനെ ഒരുപാട് ആളുകളുടെ ഒട്ടകങ്ങളെയാണ് നിങ്ങൾ മോഷ്ടിച്ചിട്ടുള്ളത്, കവർന്നിട്ടുള്ളത്. ആ കൂട്ടത്തിൽ എൻ്റെ ഒരു 200 ഒട്ടകം പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾ വിട്ടുതരണം. ഒട്ടകത്തിന് നിങ്ങൾ തട്ടിയെടുക്കരുത്, ഞങ്ങൾക്കുള്ള ഉപജീവന മാർഗമാണ്, അത് വിട്ടുതരണം എന്ന് പറഞ്ഞു. അപ്പൊ അബ്രഹത്ത് ചിരിച്ചു. ഞങ്ങൾ വന്നത് ഒട്ടകത്തിനെ കവരാനല്ല, ഒട്ടകത്തിനെ കവർന്നെടുത്ത് തിരിച്ചു പോകാൻ വേണ്ടി വന്നതല്ല. ഞങ്ങൾ വന്നത് നിങ്ങളുടെ ആരാധ്യ കേന്ദ്രമായ കാബയെ പൊളിക്കാനാണ്. നിങ്ങളാണ് അതിന്റെ അധിപന്ന് ഞാൻ കേൾക്കണത്. എന്നിട്ട് നിങ്ങൾക്ക് കാബനെ പൊളിക്കണമെന്നൊരു പ്രശ്നമല്ല, നിങ്ങൾ ഒട്ടകം മോഷ്ടിച്ചാണ് പ്രശ്നമല്ലേ. പിന്നെ എങ്ങനെ നിങ്ങൾ ഇതിന്റെ ഒക്കെ ഭരണം ഏറ്റെടുക്ക? ഞങ്ങൾ കാബയാണ് പൊളിക്കണേ, നിങ്ങൾക്ക് ഒട്ടകത്തിന്റെ വ്യാജാറാന്ന് വെച്ച. അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞേ, അന്നത്തെ ആളുടെ
വിശ്വാസം അനുസരിച്ചുകൊണ്ട് പറഞ്ഞ് കാബയെ സംരക്ഷിക്കാൻ ഒരു റബ്ബുണ്ട്, അത് ഞാൻ നോക്കേണ്ട കാര്യമില്ല. ഇത് എൻ്റെ ഒട്ടകാണ്, ഇത് ഞാൻ തന്നെ ഇടപെട്ടാലേ എനിക്ക് ഉണ്ടാവുള്ളൂ. അന്നത്തെ അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരം പറയാണ്, കാബയെ റബ്ബിന്റെ കാബയാണ്, അത് റബ്ബ് സംരക്ഷിച്ചോളൂ. ഒട്ടകത്തിന്റെ റബ്ബ് ഞാനാണ് എന്നാണ് ഉപയോഗിച്ചത്. ഒട്ടകത്തിന്റെ റബ്ബ് ഞാനാണ്, അത് ഞാൻ തന്നെ ഇടപെടണം. അതുകൊണ്ട് നിങ്ങൾ ഒട്ടകം നന്നേക്ക്, ബാക്കി നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്തോളി എന്നറിയാം. ആ 200 ഒട്ടകത്തിനെയും തിരിച്ചു കൊണ്ടിട്ട് അബ്ദുൽ മുത്തലിബിന് ചെയ്ത എന്താ വെച്ചാല്, മക്കയിലുള്ള കാബയെ ബഹുമാനിക്കുന്ന മുഴുവൻ ആളുകളെയും കൂട്ടിയിട്ട് അവിടെ പോയിട്ട് കില്ല പിടിച്ചിട്ടാണ് കരയാൻ തുടങ്ങി. എന്നിട്ട് അന്നത്തെ ഭാഷയിൽ ഒരു ദ്വാ, പടച്ച തമ്പുരാനെ, അള്ളാഹുവേ, നിന്റെ ഭവനം ഇതാ തകർക്കാൻ വേണ്ടി അപ്രയത്താകുന്ന അഹങ്കാരിയും ഒരു പടയും എത്തിയിട്ടുണ്ട്. ആ എല്ലാ രീതിയിലും സന്നാഹങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ആയുധ വിഭൂഷിതരായി വന്ന അവരുമായി മല്ലടിക്കാനോ പ്രതിരോധിക്കാനോ ഏറ്റുമുട്ടാനോ പ്രതിഷേധിക്കാനോ തടഞ്ഞു നിർത്താനോ ഞങ്ങൾക്കാവില്ല. നിന്റേതാണ് ഈ കാബ, നീ കാത്തുകൊള്ളണം എന്ന് പറഞ്ഞ് കണ്ണീരോടെ പ്രാർത്ഥിച്ച് അവിടുന്ന് തിരിച്ചു വന്നിട്ട് എല്ലാരോടും പറഞ്ഞു, എല്ലാരും മലന്റെ മുകളിൽ കയറിക്കോളി എന്ന് പറഞ്ഞു. കാരണം അബ്ദുൽ മുത്തലിബിന് ഉറപ്പാണ് അദാബപ്പ വരുന്നത്. അതുകൊണ്ട് ആ അദാബിൽ നമ്മൾ വീഴണ്ടെന്ന് കരുതിയിട്ട് മക്കയിലുള്ള മുഴുവൻ ആളുകളോടും അടുത്തുള്ള കുന്ന് മാമലകളുടെ മുകളിൽ അഭയം പ്രാപിക്കാൻ വേണ്ടി പറഞ്ഞു. കൂട്ടത്തിൽ അബ്ദുൽ മുത്തലിബും മലന്റെ മുകളിൽ കയറി. എന്നിട്ട് അവരെ പണി എവിടുന്ന അദാബ് വരണെന്ന് ഇങ്ങനെ നോക്കുകയാണ്. ആ സമയത്തുണ്ട് കടൽ ഭാഗത്ത് നിന്ന് ചെറിയ ഒരു കൂട്ടം പക്ഷികൾ പാറി വരുന്നത് കണ്ട്. അപ്പൊ പറഞ്ഞു അബ്ദുൽ മുത്തലിബ്, അതാ ഒരു കൂട്ടം പക്ഷികൾ പാറി വരിവരിയായി വരുന്നുണ്ട്. അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഈ പക്ഷികൾ ഇവിടെ കാണാത്ത പക്ഷികളാണല്ലോ, തന്നെ ആയിരിക്കും അദാബ്. ആ പക്ഷികളുടെയൊക്കെ ചുണ്ടിൽ ഒരു കല്ല്, ഒരു അഭിപ്രായത്തിൽ 2 കാലിന്റെ ഇടയിലും ഒരു കല്ല്. ആ കല്ല് ഇതേ സ്ഥലത്ത് വന്നിട്ട് അബ്രഹത്തും കൂട്ടരും തമ്പടിച്ച് നിൽക്കുന്ന ആ സ്ഥലത്ത് വട്ടമിട്ട് പറന്ന് അവിടെ നിന്നിട്ട് അവരുടെ കൊക്കിലും കാലിലുമുള്ള കല്ലുകൾ മുഴുവനും അവർ താഴേക്കിടുകയും ഓരോ കരിങ്കൽ ചീളിന്റെ മഞ്ഞാടിക്കുരുവിന്റെ വലിപ്പമുള്ള ഈ കല്ലുകൾ ശത്രു വിഭാഗത്തിന്റെ മൂർധാവിൽ പോയി തട്ടിയിട്ട് അടിഭാഗത്തിലൂടെ പുറത്തേക്ക് പ്രവഹിക്കുന്നു എന്ന് മാത്രമല്ല, പുറത്തേക്ക് വരുന്ന സമയത്ത് ഉള്ളിലുള്ള ലിവറും കുടലും നരമ്പൊക്കെ കരിഞ്ഞൊരുകിയിട്ട് പുറത്തേക്ക് പിന്തള്ളപ്പെട്ടതായ അവസ്ഥയിൽ ഓരോ കല്ലും അവരുടെ തലച്ചോറ് ഒരുക്കി, അവരുടെ തല ഓട്ടയാക്കി, അവരുടെ ശരീരത്തിന്റെ ഉള്ളകം ഒരുക്കി പുറത്തേക്ക് ഒഴിവായി. ആ നിലയിൽ കല്ല് തട്ടിയിട്ട് ഉരുകിയിട്ട് കത്തിക്കരിഞ്ഞ് ഓരോ ആളുകളും കഷ്ണം കഷ്ണമായി പെടഞ്ഞ് മരിക്കുന്നത് മലമുകളിൽ വെച്ചുകൊണ്ട് ഇവർ ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾ മരിച്ചില്ല. അത് ആരാന്ന് വെച്ചാല്, വരുന്ന വഴിയിൽ ഇവരൊന്ന് ചേർത്ത് നിർത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കീഴ്പ്പെടുത്തിയിട്ട് ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് മേലാൽ ഇതിനെതിരെ പ്രതിഷേധിച്ചാൽ കൊന്നുകളയെന്ന് പറഞ്ഞപ്പോ, ഇല്ല, നിങ്ങൾ വെറുതെ വിടണം, നിങ്ങളായിട്ട് ഇനി ഒരു പ്രശ്നത്തിനുമില്ല, ഞങ്ങൾ വേണമെങ്കിൽ കാബം പൊളിക്കാനുള്ള വഴി നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് ആദ്യം എതിർത്ത ചില ആളുകൾ ഇവരുടെ കൂടെ പിന്നെ വഴി പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കൂടിയിരുന്നു. എന്ന് പറഞ്ഞാൽ പാര വെച്ചു, കാല് മാറി ചതിച്ചു. ആ ആളുകൾ ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരിൽ കുറെ ആളുകളും മരിച്ചില്ല. പിന്നെ എന്തായിരുന്നറിയോ, ഐഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടുണ്ട്, അബ്രഹത്തിന്റെ പടയുടെ കൂടെ വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇടയിൽ വന്നുകൂടിയ കുറെ ആളുകൾ അവസാനം മക്കയിൽ ഓരോ വീടുകളിലും കത്തിക്കരിഞ്ഞ കയ്യും കരിക്കട്ട പോലെയുള്ള ചുണ്ടുകളും പല സ്ഥലങ്ങളിലും മുറിവായ ശരീരവുമായി തിന്നാനും കുടിക്കാനും ഉണ്ണാനും കിടക്കാനും വകയില്ലാതെ ഓരോ വീടുകളുടെ കൊലായിൽ വന്ന് ഓച്ചാനിച്ച് വല്ലതും തരുമോ, കഞ്ഞുടിക്കാൻ വകല്ല എന്ന് പറഞ്ഞ് ഇവരിൽ പലരെയും യാചകന്മാരായി പിന്നീട് മക്കക്കാർക്ക് കാണാമായിരുന്നു എന്ന് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല എന്ന് പറയുകയുണ്ടായി. ഇവിടെ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ് എന്താ വെച്ചാല്, കൃത്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് മായം ചേരാതെ വിശ്വസിക്കാത്ത ആളുകൾ പോലും കാബത്തിന്റെ അവിടെ പോയിട്ട് നെഞ്ചു പൊട്ടിയിട്ട് അല്ലാ എന്ന് വിളിച്ച്, നിന്റെ കാബയെ നീ കാക്കണം, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, എല്ലാവിധ സന്നാഹങ്ങളും ആയുധ വിഭൂഷിതരായി കൊണ്ടുവന്ന ഈ വമ്പം പടയോട് മല്ലടിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് മനസ്സ് പൊട്ടി നെഞ്ചു പൊട്ടി കെഞ്ചിയ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അബാബീൽ പക്ഷികളെ കൊണ്ട് പടച്ചോന്റെ ഭവനത്തെ സംരക്ഷിച്ചുവെങ്കിൽ, മനസ്സ് തുറന്ന് കണ്ണ് നിറഞ്ഞ് നിഷ്കളങ്കമായി അല്ലാ എന്ന് വിളിച്ചാൽ അത് അള്ളാഹു എങ്ങനായാലും കേൾക്കും. ആ വിളി ഇന്നില്ല, ഇന്ന് ഓളം മാത്രമേ ഉള്ളൂ, വിളിയില്ല. തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങുന്ന വിളിയില്ല, തൊണ്ടയുടെ മുകളിൽ നിന്ന് വ്യത്യസ്ത ശബ്ദവും പ്രാസഭാഷയും ഗാംഭീര്യവും പിരിവിന് വേണ്ടിയുള്ള ഒച്ചപ്പാടും എന്നതിലപ്പുറം ഉള്ളു തട്ടിയിട്ട് അല്ലാ എന്നൊരു വിളി ഉണ്ടായിരുന്നു. ആ വിളി ഇന്ന്
കനി കാണാ വിളിയായി മാറി. അള്ളാഹു നമുക്ക് ഉൾബോധത്തോടു കൂടി പടച്ചവനിലേക്ക് വിളിച്ച് അടുക്കാൻ അള്ളാഹു നമുക്ക് അവസരം പ്രദാനം ചെയ്യട്ടെ. ഈ ഒരു വലിയ സംഭവത്തിലേക്കാണ് ചെറിയ ആയത്ത് സൂചിപ്പിക്കുന്നത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അസ്ഹാബുൽ ഫീൽ അബ്രഹത്തിന്റെയും അനുയായി വൃന്ദങ്ങളുടെയും ആനപ്പടയെ പടച്ചവൻ എന്താണ് ചെയ്തത് എന്ന്, എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്ന് അങ്ങേക്ക് അറിയില്ലേ നബിയേ, അങ്ങ് കണ്ടില്ലേ നബിയേ? ഇൻഷാ അല്ലാഹ് ഈ സംഭവം പിന്നീട് തുടർച്ചയായിട്ട് ആയത്തുകളിൽ സൂചനകളായി വരുന്നുണ്ട്. നമുക്ക് ആ സമയത്ത് പിന്നെ നടന്ന സംഭവങ്ങളൊക്കെ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم انصر أمة سيدنا محمد وارحم أمة سيدنا محمد. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبيه يا ذا الجلال والإكرام. واغفر لنا ولوالدينا ولأساتذتنا ولأزواجنا ولذرياتنا ولمن ماتوا منا لمن دفنوا حول هذا المسجد وفي هذه البلدة ولجميع المؤمنين والمؤمنات. اللهم اغفر لنا ولهم وارحمنا وإياهم واعف عنا وعنهم يا كريم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على آخر الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون. سلام على المرسلين والحمد لله رب العالمين. السلام عليكم.